ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കീഴ്ശ്ശേരിയിലാണ് എത്തി നിൽക്കുന്നത്. കീഴ്ശ്ശേരിയിൽ അസീറത്ത് അൽ അമാന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ എവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുതരാം. കൊണ്ടോട്ട് അരീക്കോട് റോഡിൽ പഞ്ചായത്ത് ഓഫീസിനോട് ചാരിയിട്ട് റോഡുണ്ട്. ആ റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ, ഈ ഏരിയയിൽ എവിടെയും കിട്ടാത്ത അത്ര ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ കഴിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കേട്ടോ പറയുന്നത്, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് ഇവിടുത്തെ കുഴിമന്തി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കുഴിമന്തി ഉണ്ടാക്കുന്ന കിച്ചൺ. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുഴിമന്തിക്കുള്ള സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കുഴി ഇതാ ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് ബാക്കി ഇവിടെ എന്താണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുക എന്നുള്ളത് നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ചാർക്കോൾ ഷവർമയാണ്. അപ്പോൾ ആ ചാർക്കോൾ ഷവർമ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരാളുണ്ട്, അവരോട് ചോദിക്കാം. പിന്നെ എന്താണ് ഇത് സ്പെഷ്യാലിറ്റി ആണെന്ന് പറയാൻ? ചാർക്കോൾ ഷവർമ അത് കോയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിൽ ഹീറ്റ് പിന്നെ ഫാറ്റ് ഒന്നും ഉണ്ടാവില്ല. ഏത് ടൈപ്പ് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഇത് തുടങ്ങിയപ്പോഴാണ് 4 o'clock. പിന്നെ ഇതാ ഇവിടെ ലൈവായിട്ട് പൊറാട്ട, ചൂട് പൊറാട്ട റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ടതാ. അടിപൊളിയായിട്ടുള്ള സ്മെല്ലും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. പൊറാട്ടേൻ്റെ കൊതിപ്പിക്കണം വേണം. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ പൊറാട്ട, ബീഫ് എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് അടിപൊളിയായിട്ടുള്ള പൊറാട്ട കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയയ്ക്ക് വരികയാണെങ്കിൽ ഇതാ അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ബ്രോസ്റ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചോദിച്ചു നോക്കാം. പിന്നെ ഈ ഒരു ബ്രോസ്റ്റിന് എന്താണ് പ്രത്യേകതയായിട്ടുള്ള? ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മസാലകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഒന്നും കൂടി കൂടും അല്ലേ? സ്പൈസി ആയിട്ടാണ്. സ്പൈസി ഉണ്ട്, സ്പൈസി നോർമലൊക്കെ ഉണ്ട്. രണ്ട് വിധത്തിലുള്ള ബ്രോസ്റ്റ്. ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ്. പിന്നെ ഇതാ ഷവായ അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് കഴിക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഷവായ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വെറൈറ്റി രീതിയിലുള്ള 5 അൽഫാമാണ് കേട്ടുള്ളത്. അപ്പോൾ അത് ഈ അൽഫാമിനെ പരിചയപ്പെടുത്തി തരാൻ ആളിവിടെ നിൽക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ ഈ അൽഫാമുകൾ ഏതൊക്കെയാണ് പറഞ്ഞോളി? അൽഫാം മുകളിൽ കാണുന്നത് മെക്സിക്കൻ അൽഫാമാണ്. പിന്നെ സെൻട്രലിൽ കാണുന്നത് കാന്താരി അൽഫാം. പിന്നെ ഇതിൽ വേറൊരു മസാല നമ്മൾ കൂട്ടി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുളകിട്ടാട്ട് പെരി അങ്ങനെ വേറെ അൽഫാം. ഇത് പിന്നെ പെപ്പർ. ഇത് പിന്നെ നോർമൽ അൽഫാം, താഴത്ത് കാണുന്നത് സാധാരണ അൽഫാം. സെറ്റ് ചെയ്തതിന് ശേഷം ലൈവായിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് പോയി അവിടെ ഗ്രില്ല് ചെയ്തതിന് ശേഷം ഈ പെരി ആണെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ മസാല അടിച്ചതിന് ശേഷം സ്പൈസി ആയിട്ട് കൊടുക്കണം. അതാണ് ഇത്. ഇങ്ങനെ 5 തരം അൽഫാമാണ്. ഡെലിവറി ഉണ്ടല്ലോ ഇവിടെ? ഹോം ഡെലിവറി ഉണ്ട്. അത് എത്ര ഏരിയക്ക് എവിടെ വരെയൊക്കെ കൊടുക്കും നിങ്ങള്? അത് നമ്മള് ഹോം ഡെലിവറി 12 കിലോമീറ്റർ അളവിൽ മൊത്തത്തിൽ കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിഞ്ഞ് കുഴിമന്തി ഉണ്ടാക്കണേ കാണാൻ പോവാണ്. അപ്പോൾ ആ ചൂടായ ചെമ്പയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 40 കിലോ അരിക്ക് 4 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കണേ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഏലം, ഗ്രാമ്പു, പട്ട സംഭവങ്ങളൊക്കെ ഇതാ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്കുള്ളതാ മസാലക്കൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെയൊക്കെ പേസ്റ്റ് ഓല ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തേക്ക് ഇതാ പൊന്തി കിടക്കണില്ലേ ബട്ടർ, അതിൻ്റെ കൂടെ തന്നെ ഇതാ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ കുരുമുളകാണ് കേട്ടോ, പൊടിയല്ലേ, കുരുമുളകാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ ചെറുനാരങ്ങ മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ അടച്ച് വെക്കുകയാണ്. ഇത് തിളച്ചിട്ട് അരിയിടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ മന്തി ഉണ്ടാക്കാനുള്ള കുഴിയിൽ ഇതാ തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല പോലെ കത്തുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ മന്തിക്കുള്ള സാലഡ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മയോണൈസും ഇതാട്ടോ, നല്ല തിക്കായിട്ടുള്ള മയോണൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇതാ അരി ഇട്ടിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തേക്ക് മന്തിൻ്റെ റൈസ് ഇതാ ഇട്ടു. 40 കിലോ അരിയാണ് കേട്ടോ അതിൽ ഇടാൻ പോണവർ ഇതാ ഇട്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മോയിൻ കാക്കു. എക്സ്പേർട്ട് കുക്കാണ് കേട്ടോ ആള്. അപ്പോൾ ഇയാളുടെ ഒരു കൈപ്പുണ്യമാണ് നമ്മളെ ഈ മന്തിക്ക് ഇത്രയും ടേസ്റ്റ് വരുത്തുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മന്തിക്കുള്ള ചിക്കനും ബീഫും ഇതാ അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവർ. നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല കൂട്ടിയ ഈ മന്തിൻ്റെ ചിക്കന് ആ ചോറിൻ്റെ മുകളിൽ വെച്ചിട്ട് കുഴിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ ഹാഫ് വേവായിട്ടുള്ള മന്തി ഇതാ അവർ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്.
ഇതാ നല്ല പോലെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് കുഴി. ഇത്ര അടുത്ത് നിൽക്കാനേ പറ്റണല്ലേ ഇതിൻ്റെ ഒരു ചൂടുകൊണ്ട്. ഒറിജിനൽ രീതിയിലുള്ള കുഴിമന്തിയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഇതാ പേപ്പറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെക്കുകയാണ്. ഇനി അതിൻ്റെ മൂടിയെടുത്ത് അടച്ചു വയ്ക്കും. ഇനിയിപ്പോൾ ഇത് എത്ര സമയം വരെ? 2 മണിക്കൂർ വരെ ഒരിത് വേവിക്കാൻ വെക്കും. 2 മണിക്കൂറിന് ശേഷം അതിൻ്റെ അടപ്പ് ഉയർത്തി വെച്ചിട്ടുണ്ട്. പേപ്പർ മാറ്റി. ആവി പറക്കണ അടിപൊളി കുഴിമന്തി അതാ കുഴിയിൽ നിന്ന് ഇങ്ങനെ കാണുന്നില്ല എല്ലാവരും. ഇതാണ് കേട്ടോ പൊക്കിയെടുക്കണേ. വാവ്, അടിപൊളി. ചിക്കൻ അതാ അവിടേക്ക് മാറ്റി വെച്ചു. ഇനി അതിൻ്റെ അടിയിൽ ചോറ് ഇതാ ചോറ് ഇതാ പൊക്കിക്കൊണ്ട് വരികയാണ്. മന്തി നല്ലൊരു എന്താ പറയുക, നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ് കേട്ടോ അത്. അടിപൊളിയായിട്ടുള്ള നമ്മളെ കുഴിമന്തി ഇതാ നമ്മളെ മുന്നിൽ വലിയൊരു ചെമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതാ മന്തി, അടിപൊളിയായിട്ടുള്ള മന്തി ഇതാ അവരൊന്ന് ഇളക്കി സെറ്റ് ചെയ്യാൻ കേട്ടോ. ആവി പറക്കണ നല്ല കൊതിയൂറും കുഴിമന്തിയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയില്ല എത്രത്തോളമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി സ്മെല്ലുണ്ടല്ലോ ഈ കിഴിശ്ശേരിയങ്ങാടി മുഴുവൻ എത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. കാരണം അത്രമാത്രം കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് ഇതിന്ന് വരുന്നത്. ആർക്കായാലും ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ചിക്കൻ അതാ എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ വെന്തിട്ടും ഇങ്ങോട്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കതാ ബീഫ് നല്ല അടിപൊളിയായിട്ട് ചിരിച്ചങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ബീഫ് മന്തി ഇഷ്ടമുള്ളവർക്ക് ബീഫ് മന്തി കഴിക്കാം, ചിക്കൻ മന്തി ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ മന്തി കഴിക്കാം. എന്തിനേറെ പറയണു, അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം വരികയാണ്. കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ ബീഫും ചിക്കനും ആണല്ലോ. അപ്പോൾ മട്ടൻ്റെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും കേട്ടോ മട്ടൻ്റെ മന്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള ഈ മന്തി ഒരുക്കി തരുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ നമസ്കാരം ഉണ്ടേക്കാ, പേരെന്തേന്നു? പേര് മൊയ്നാജി. മൊയ്നാജി. നിങ്ങൾ ഇവിടുത്തെ കിഴിശ്ശേരിയുള്ള ആൾ തന്നെയാണ്. അപ്പൊ മന്തിയാണല്ലോ ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതെ മന്തി. അപ്പൊ മന്തി ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കൽ തുടങ്ങി ഞാൻ 17 വർഷം ജിദ്ദയിൽ മന്തി ഉണ്ടാക്കി വന്ന്, പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2011 നാട്ടിൽ വന്ന്, അതിനുശേഷം പിന്നെ അവിടെയും ഇവിടെ ഒക്കെ കുറെ ഒക്കെ വെച്ചു. എല്ലാം കൂടി ഒരു 8-30 വർഷത്തോളം ഒരു ഇത് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ? പരിചയമുണ്ട്. ഒരു 30 വർഷത്തോളം ഉള്ളൊരു പരിചയമുണ്ട് മന്തിമേല്. അപ്പൊ ഈ പിന്നെ നിങ്ങളെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ഇയാൾ നിങ്ങളെ സഹായിയാണോ? അതോ ഇയാൾ സഹായി ഇവിടുന്നാണ് സഹായിയായത്. അയാൾ പിന്നെ ജിദ്ദയിൽ അന്ന് ഞാൻ പോണ സമയത്ത് അയാൾ വന്നിട്ടില്ല, ഗൾഫിൽ വന്നിട്ടില്ല. നിങ്ങളെ പേരെന്തായിരുന്നു? അബ്ദുൽ അസീസ്. നിങ്ങൾ കുറെ വർഷമായിട്ടുണ്ടാവുമല്ലോ? 10 വർഷമായി. അപ്പോൾ നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള 2 ആൾക്കാരാണ് ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മന്തിൻ്റെ ആ സെക്ഷനിൽ നിന്ന് ഇവിടുത്തെ അൽഫാമിൻ്റെ സെക്ഷനിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. കൊതിയൂറ് അൽഫാമുകളാണ് നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 വിധ അൽഫാമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാവരും കേൾക്കണം, 4 വിധ അൽഫാം. അപ്പോൾ ഈ അൽഫാം ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം പറഞ്ഞുതരും കേട്ടോളി. ഇത് നമ്മള് കാന്താരി അൽഫാം, ഇത് സാദാ അൽഫാം, ഇത് പെപ്പർ അൽഫാം, ഇത് മെക്സിക്കോ അൽഫാം. അപ്പോൾ അത് അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ ഉണ്ടാക്കണേ കാന്താരി അല്ലേ? അപ്പോൾ ഇതിപ്പോ റെഡി ആയിട്ടുണ്ടോ? ഹാഫ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഇതാ മേശയിൽ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇവരൊരു സന്തോഷത്തിന് ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കൂടി പറഞ്ഞു തരണമല്ലോ, ആ ഒരു കാരണം കൊണ്ടാണ് കഴിക്കാൻ ഒരുങ്ങണേ. അപ്പോൾ ഇതാ മുതലാളി ഇവിടെ ഇരിക്കണു. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് അൻസ് കിഴിശ്ശേരി. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഇതിൽ കാര്യമായിട്ട് വെച്ചത് എന്താ വെച്ചാൽ മെക്സിക്കൻ അൽഫാമാണ്. പിന്നെ നമ്മൾ ആ മന്തിൻ്റെ ഫുൾ കോഴിയും വെച്ചിട്ടുണ്ട്.
പിന്നെ മന്തിൻ്റെ ചോറും. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അനസ് തന്നെയാണ് കേട്ടോ, അതാ എനിക്ക് വിളമ്പി തരാണ്. മതി ഇനി വേണമെങ്കിൽ ഞാൻ വിളമ്പി കഴിച്ചോളാം. എൻ്റെ അമ്മേ. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാ മെക്സിക്കൻ സംഭവം നല്ലൊരു പീസ് എടുത്ത് ഇതാ ഞാൻ കഴിക്കാതിരിക്കണേ അനസേ. മനസ്സ് നിറഞ്ഞു ഒരു ചെറിയ പീസ് കഴിച്ചപ്പോഴേക്ക്. എന്താ പറയുക, പൊള്ളി 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 സാധനം. ഇനി കുറച്ച് മന്തിച്ചോറും കൂടി കഴിക്കാം കേട്ടോ. നമുക്കൊന്നും പറയാല്ലേ, ദമ്മോ ഉഷാറാണ് കേട്ടോ, അടിപൊളി മക്കളെ, സൂപ്പർ. എല്ലാവരും വന്നിരുന്ന് കഴിച്ചോളി. പിന്നെ അനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കുറേ ആൾക്കാർക്ക് അറിയാം. ഒരു യൂട്യൂബറാണ്. ഇങ്ങനെ പറഞ്ഞോളാ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞെടുക്ക്. ന്യൂ ഫോക്കസ് TV എന്നാണ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുള്ള ചാനലാണ്. ഇത് കാണുന്ന ആളുകൾക്ക് അപ്പുറത്ത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ വരി. ഓക്കെ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തായാലും. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇരുന്ന് കഴിക്കണേ. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്, കാറ്ററിംഗ് സർവീസും ഉണ്ട് കേട്ടോ. അതിൻ്റെ നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായി, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരുന്നു. എന്താ പറയുക വെച്ചാൽ ഒന്നും പറയാനില്ല ആ ഫുഡിനെ കുറിച്ച്. എന്തായാലും ഞങ്ങൾ കഴിക്കണത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഫുഡൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ആളുണ്ട്. അപ്പോൾ ആളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. അതാ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഷക്കീർ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഒരേ ബാച്ചാണ് കേട്ടോ, SLCൻ്റെ. അപ്പം ഞാൻ പേരൊക്കെ എനിക്കറിയാം, എന്നാലും വ്യൂവേഴ്സിന് ജസ്റ്റ് ആളെ വായതിന് കേട്ടോട്ടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ 3 പേര് പാർട്ണർഷിപ്പിലാണ് തുടങ്ങിയത്. 2 ആൾ രാവിലെ കണ്ടല്ലോ, ഇപ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി, ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെയാണല്ലോ ഇതിന് മെയിനായിട്ട് വന്നേ. അപ്പോൾ ഈ ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം പറയാനുള്ളത്? ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജില്ല മൊത്തത്തിൽ എല്ലാ ഹോട്ടലിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ട് അവിടുത്തെ നല്ല ഭക്ഷണം അതിൻ്റെ ഉണ്ടാക്കുന്ന ആളെ കണ്ട് അവരെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അല്ലേ? ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ 30 വർഷത്തോളം മന്തി വെച്ച മൊയ്നാജി, അതുപോലെ തന്നെ ഇച്ചാപ്പു, അൽദിവാൻ, പിന്നെ ബ്രോസ്റ്റിൻ്റെ പണിക്കാർ ശേഷം 10-15 വർഷം അൽബേക്കിൽ KFCയിലൊക്കെ വർക്ക് ചെയ്താണ് സൗദിയിൽ, അവരാണ്. അൽഫാമിൻ്റെ ആൾ ദുബായിലായിരുന്നു. പിന്നെ ഷവർമൻ്റെ ആൾ ഖത്തറിന്ന് അവരങ്ങോട്ട് വേരിച്ചതാണ്. അങ്ങനെ പണിയില്ല, അങ്ങനെ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ആൾ വന്നു. പണിക്കാരൊക്കെ ഇപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലേ? പണിക്കാരാണ് ഇവിടുത്തെ ഒരു ഫുഡിന് എങ്ങനെ കൂടുതലായിട്ട് രുചികരമായിട്ട് വിളമ്പി കൊടുക്കുന്നത്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൈവിൽ തന്നെ ഭക്ഷണം എല്ലാവർക്കും കാണാം എന്താ ഭക്ഷണം എങ്ങനെ ചെയ്യണമെന്ന്. നല്ല വൃത്തിയാണ് നമ്മൾ പ്രാധാന്യം, വേറൊന്നുമല്ല. വൃത്തി നോക്കിയിട്ടാണ്. മറ്റു ഹോട്ടലിലെ മാതിരിയുള്ള ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റാത്ത സിസ്റ്റം ഒന്നുമല്ല, എല്ലാവർക്കും കാണുക ചെയ്യും. അതുപോലെയാണ് സെറ്റ് ചെയ്തത്. ഞാൻ കണ്ടല്ലോ, അടുക്കളയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, ആ കുഴിമന്തി ഉണ്ടാക്കിയ ആ വ്യക്തിയില്ലേ, ആ വ്യക്തിൻ്റെ മകനാണ് ഇപ്പുറത്തിരിക്കണേ. ആളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഹലോ, എൻ്റെ പേര് ജസീർ. അപ്പോൾ ഉപ്പയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്. ഒരു 25-30 വർഷമായിട്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പോൾ പുതിയതായിട്ട് എന്തോ ഒരു ഫുഡ് ഐറ്റംസ് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മന്തിയിൽ ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പൈസി മന്തി പറഞ്ഞിട്ട്. നമ്മളെ കേരളത്തിലെല്ലാവർക്കും കുറച്ച് എരിവും പുളിയൊക്കെ ആവശ്യമാണ്. മലയാളികൾ പ്രത്യേകിച്ച് അപ്പോൾ സ്പൈസി ആയിട്ട്, ചിക്കൻ സ്പൈസി ആയിട്ട് വരുന്ന ഒരു മന്തി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ മീനിൻ്റെ ഒരു ലോകം തന്നെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഫിഷ് ഐറ്റംസ്, പക്ഷേ അതിൻ്റെ എല്ലാ ഐറ്റംസും, ഫിഷ് പൊള്ളിച്ചത്, സീ ഫുഡ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയല്ലോ, ഇനി വേറെ എവിടെയെങ്കിലും തുടങ്ങാനായിട്ട് പ്ലാനിങ്? അടുത്ത ബ്രാഞ്ച് 1-2 സ്ഥലത്ത് ഞങ്ങൾ അതിൻ്റെ പരിപാടിയിലാണ്. പക്ഷേ വൈകാതെ 2 മാസം 3 മാസം കൊണ്ട് അതിൻ്റെ പേപ്പേഴ്സ് ക്ലിയർ ആക്കി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കയറുമ്പോൾ തന്നെ ആ പേരിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പേരാണ് ഞാൻ കണ്ടത്, അസീറാത്ത് അൽ അമാന. അപ്പോൾ ആ പേരിനൊരു വെറൈറ്റി പേരാണ്, ഒരു അറബി നെയ്മാലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ഈ മുതലാളിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് നമ്മൾ 6 വർഷം സൗദിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അസീറാത്ത് അൽ അമാന എന്ന് പറഞ്ഞാൽ അവിടെ സൗദി അറേബ്യ മൊത്തത്തിൽ ഫേമസ് ആണ്. അപ്പോൾ അതുപോലെ ഒരു ബ്രാഞ്ച്, ഒരു നെയിമിലൊരു ഷോപ്പ് നമ്മൾ സ്വന്തം നാട്ടിൽ കേരളത്തിൽ തുടങ്ങിക്കൂടാന്ന് എന്തുകൊണ്ടൊരു ആലോചന വന്നപ്പോൾ അങ്ങനെ
പേരിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്തു. ആ പേരിന് അസീറാത്ത് എന്ന് പറഞ്ഞ ജ്യൂസ് എന്നാണ്, അമാന എന്ന ഫ്രഷ് ജ്യൂസ് നടത്താണ്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മന്തി മൊത്തത്തിൽ ഇങ്ങനെ ഭക്ഷണശാല ആയതുകൊണ്ട് മന്തി അമാന മന്തി എന്നാണ്. പിന്നെ ജ്യൂസ് ഇവിടെയൊക്കെ മുകളിലും അടിയിലും ഒക്കെ തുടങ്ങുന്നുണ്ട്. AC നോൺ AC ഒക്കെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുക, തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികളൊക്കെ അവർക്ക് വന്നിരിക്കാനുള്ള ചെറിയ സെറ്റപ്പ്, വലിയ ഫാമിലി റൂം, സെലിബ്രേറ്റ് റൂം എല്ലാം കഴിഞ്ഞ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ അത് അതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ, നമ്മളെ ചീരുള്ളി മീഡിയ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് തൊട്ട് കൊടുക്കണം, എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.